ഓക്കെ, ജാവയുടെ പാത്ത് സെറ്റ് ചെയ്യാൻ പോകണം. അതിന് മുന്നേ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിങ്ങളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ ഡെസ്ക്ടോപ്പിനകത്ത് ഞാനൊരു ഫോൾഡർ ജാവ എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ നിങ്ങൾ ചെയ്യുക, അതുപോലെ ക്രിയേറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ 210 GB വോളിയം ഇതിലാണ് നമ്മുടെ ജാവ കിടക്കുന്നത്. ഇതിൽ പോയാൽ പ്രോഗ്രാം ഫയൽസിൽ ജാവയിൽ JDK 1.8.091 തൊട്ട് ബിന്ന് വരെ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ഈ പാത്ത് കോപ്പി ചെയ്യുക. ഈ ലാസ്റ്റിൽ ബിന്നിൻ്റെ അവിടെ വെച്ച് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് പാത്ത് കോപ്പി ചെയ്യാം. ഓക്കെ, അതിനുശേഷം ടെർമിനൽ ഓപ്പൺ ചെയ്യാം. ഞാൻ ടെർമിനൽ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ നമ്മൾ എക്സ്പോർട്ട് ടൈപ്പ് ചെയ്യേണ്ടത് എക്സ്പോർട്ട് സ്പേസ് ക്യാപിറ്റൽ ലെറ്ററിൽ java_home ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്ത പാത്ത് ഇവിടെ പേസ്റ്റ് ചെയ്യാം. എന്നിട്ട് എൻ്റർ അടിക്കുക. അതിനുശേഷം അതിൻ്റെ താഴെ എക്കോ സ്പേസ് ഡോളർ സ്മോൾ ലെറ്റർ എക്കോ സ്പേസ് ഡോളർ അടിക്കുക, പാത്ത് ക്യാപിറ്റൽ ലെറ്ററിൽ. ഓക്കെ, എന്നിട്ട് എൻ്റർ അടിക്കുക. അപ്പോൾ നമ്മുടെ പാത്ത് സെറ്റായി. ഇനി പാത്ത് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അടുത്തത് ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓക്കെ, പാത്ത് സെറ്റായി കഴിഞ്ഞാൽ അടുത്ത് നമ്മൾ ഇനി നമ്മുടെ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. ഫോൾഡർ ഓപ്പൺ ചെയ്ത് വെച്ച് റെഡിയാക്കി വയ്ക്കാം. ഓക്കെ, ഫോൾഡർ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിലാണ് ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്താ ചെയ്യുന്നത് CD/ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ബാക്കിലോട്ട് പോയി. ഓക്കെ, ഈ CD സ്പേസ് എൻ്റർ അടിക്കുക, CD സ്പേസ് ഡെസ്ക്ടോപ്പ്. ഞാൻ ഡെസ്ക്ടോപ്പിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്തത് കേട്ടോ. അപ്പോൾ ഡെസ്ക്ടോപ്പ് എന്നുള്ള ഫോൾഡറിനകത്തേക്ക് കയറി. ഇനി അടുത്തത് CD സ്പേസ്, അതിനകത്ത് ഞാൻ ജാവ എന്നാണ് സേവ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ CD സ്പേസ് ജാവ. ഓക്കെ, ഇപ്പോൾ ഞാൻ എൻ്റെ ഫോൾഡറിനകത്താണ് ഇരിക്കുന്നത്. ഡെസ്ക്ടോപ്പിൽ ജാവ എന്നുള്ള ഫോൾഡറിനകത്ത് ഞാൻ സെറ്റായി. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിൽ പോയിട്ട് ടെക്സ്റ്റ് എഡിറ്റർ എടുത്തിട്ട് സെറ്റിങ്സിൽ പോവുക, ടെക്സ്റ്റ് എഡിറ്റർ എടുക്കുക. ഇത് നമ്മൾ പ്രോഗ്രാം ചെയ്യുക. ഓക്കെ, ഓൾറെഡി ഒരു പ്രോഗ്രാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, സാമ്പിൾ പ്രോഗ്രാം ചെയ്തിട്ട് നിങ്ങൾ സേവ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഇതിൽ ഫയലിൽ പോയി ആസ് യൂഷ്വൽ നിങ്ങൾ ചെയ്യുന്ന മാതിരി സേവ് ആസ് കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫോൾഡർ എവിടെയാണോ, ഇപ്പോൾ ഞാൻ ജാവ എന്നുള്ള ഫോൾഡർ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡെസ്ക്ടോപ്പിൽ പോവുക, അതിൽ എൻ്റെ ഫോൾഡർ ജാവയാണ്, അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടെ പ്രോഗ്രാം നെയിം നിങ്ങൾ ക്ലാസ്സിന് എന്ത് പേരാണോ കൊടുത്തിരിക്കുന്നത്, ഇപ്പോൾ ക്ലാസ്സിന് ഞാൻ ഹലോ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിൻ്റെ പേര് .java എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ സേവ് ചെയ്യുക. ഓക്കെ, ക്ലാസ്സിൻ്റെ പേര് എന്താണോ കൊടുത്തിരിക്കുന്നത്, എങ്ങനെയാണോ ക്ലാസ്സിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ കൊടുക്കുക. ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ, എങ്ങനെയാണോ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ സേവ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇനി നമുക്കത് കമ്പൈൽ ചെയ്ത് നോക്കാം. കമ്പൈൽ ചെയ്ത് നോക്കുമ്പോൾ താഴെന്ന് ടെർമിനൽ എടുക്കുക. ടെർമിനൽ എടുത്തിട്ട് കമ്പൈൽ ചെയ്യാൻ നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും എന്ന് വിചാരിക്കണം, ഓൾറെഡി നിങ്ങൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, കമ്പൈൽ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, java_c സ്പേസ് പ്രോഗ്രാം നെയിം ഞാൻ ഹലോ കൊടുത്തത്, HELLO.java എൻ്റടിക്കുക. ഓക്കെ, കമ്പൈലേഷൻ കഴിഞ്ഞു. ഇനി റൺ ചെയ്യാൻ java സ്പേസ് ഹലോ. ഓക്കെ, ഹലോ എന്നുള്ള ഔട്ട്പുട്ട് കിട്ടി. ഇങ്ങനെയാണ് ജാവയുടെ പാത്ത് സെറ്റ് ചെയ്യുന്നതും ജാവയ്ക്ക് വേണ്ടി ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നതും സേവ് ചെയ്യുന്നതും ഒക്കെ. ഓക്കെ, താങ്ക് യു.